ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ്സിൻ്റെ 2025 തജ്വീദുൽ ഖുർആനിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് ബാഴ്സ എന്നതിലെ രണ്ടാമത്തെ അക്ഷരം ഏത്? ബാഴ്സ എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഐനാണ്. നമ്മൾ മുമ്പ് ചെയ്ത എല്ലാ ചോദ്യ പേപ്പറിലും പറയലുണ്ട് ഐന് തിരിച്ചറിയാൻ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നത്. അപ്പോൾ അതാണ് വന്നത്. ബാഴ്സ എന്നത് ഇടയിൽ എഴുതുന്ന ഐന് എഴുതുന്ന എഴുത്ത് രീതി മനസ്സിലാക്കണം. അടുത്തത് വ കഅ്സൻ ദിഹാക്ക എന്നതിലുള്ള അലിഫുകൾ. എന്നതിൽ എത്ര അലിഫുണ്ട് എന്നാണ്. അതിൽ 4 അലിഫാണുള്ളത്. നീട്ടാൻ വന്നതൊക്കെ മനസ്സിലാക്കണം. 4 എന്നതാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഇന്നഹു ലൊന്ന എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത്? ഹ ഇനെയാണ്. ഫല ഒക്കുസിമു ബിഷഫക് എന്നതിലുള്ള കാഫുകൾ എത്രണ്ണെന്നാണ്. അതിൽ ഒക്കുസിമു എന്നതിൽ 1 ബിഷഫക്ക് എന്നതിൽ 1 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫാവും കാഫും 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ 2 കാഫുകളുണ്ട്. അപ്പോൾ 2 എന്നതാണ് ശരി. അടുത്തത് വസ്സമാഇ വത്തോരിക്ക് എന്നതിൽ കൂടുതൽ നീട്ടി ഓതണം ഏതിനെ എന്നാണ്. അപ്പോൾ അവിടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. മുകളിൽ മീമിൻ്റെ മുകളിൽ നമ്മളെ ഫതഹ് പോലെ ഇടുന്ന മദ്ദും വന്നത് അവിടെ മീമിനാണ്. അപ്പോൾ മീമാണ് കൂടുതൽ നീട്ടേണ്ടത്. അപ്പോൾ അവിടെ മീമിനെ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്ത യഅലമുൽ ജഹ്റ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏതാണ് എന്നാണ്. അലിഫാണ്. വലല്ലോല്ലീൻ എന്നതിലുള്ള അക്ഷരങ്ങൾ എത്രണ്ണുണ്ട് എന്നാണ്. അതിൽ 10 അക്ഷരങ്ങളുണ്ട്. ലാമലിഫും നീട്ടാനുള്ള അലിഫും ഒക്കെ എണ്ണണം. മദ്ദക്ഷരങ്ങൾ യാ വന്നിട്ടുണ്ട്. അതൊക്കെ എണ്ണിയിട്ട് 10 അക്ഷരങ്ങളുണ്ട്. അടുത്തത് ജന്നത്തും മിൻ നഖീൽ. ഇതിൽ എത്ര ഷദ്ദുള്ള അക്ഷരം? ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള മീമ് ഒക്കെ ഉണ്ട്. അപ്പോൾ 3 അക്ഷരങ്ങൾക്ക് അതിൽ ഷദ്ദുണ്ട്. അടുത്തത് റായിനെ നേർപ്പിച്ച് ഓതണം. റായിന് കസറാവുമ്പോഴാണ്. ഇവിടെ റായിന് കസർ വരുമ്പോഴാണ്. ഫതഹയും ലൊമ്മയും വരുമ്പോൾ തഫീമാണ്. അപ്പോൾ അവിടെ കനപ്പിച്ചാണ്. ഇവിടെ തർക്കീക്കാണ്. റായിന് കസർ വരുമ്പോൾ തർക്കീക്കാണ്. അപ്പോൾ റായിനെ നേർപ്പിച്ച് ഓതണം. അടുത്തത് ഷദ്ദുള്ളപ്പോൾ മണിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങൾ നൂനും മീമും. ചേരുമ്പടി ചേർക്കാൻ വന്നത് യറഹു അഹദ്. അതിൽ ഹഇനെ നീട്ടി ഓതി എന്ന ഓപ്ഷൻ ബി ആണ്. ലോലുൽ ജഹീം ഇതിലെന്താണ്? അതിൽ ലോലുൽ ജഹീം എന്നതിൽ 3 അലിഫ് ഉള്ള വാക്കാണ്. അപ്പോൾ അതിൽ സി എന്ന ഓപ്ഷൻ സി ആണ് അടയാളപ്പെടുത്തൽ. അടുത്ത ഇന്ന ബത്ത്ഷ അതിൽ ഷദ്ദുള്ള നൂന് വന്നു. അപ്പോൾ നൂനിനെ മണിച്ചോദണം എന്ന ഓപ്ഷൻ എ. അടുത്തത് വമ്മാമൻ അതിൽ ഷദ്ദുള്ള മീമ് വന്നു. അപ്പം മീമിനെ മണിച്ചോദണം. അടുത്തത് ലഹുൽ മുൽക്ക് അതിനെ ഹഇനെ നീട്ടാതെ ഓതണം എന്ന ഓപ്ഷൻ ഡി. ഹഇനെ നീട്ടാതെ ഓതണം. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പറഞ്ഞതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? തർഹക്കുഹ ഖത്തറത്ത് എന്നതിൽ എത്ര അക്ഷരം ഉണ്ട് എന്നാണ്. അപ്പോൾ അതിൽ 10. അപ്പോൾ നമുക്കവിടെ 10 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ജഹീമിൻ എന്നതിലെ 1ാമത്തെ അക്ഷരം ജീമാണ്. അപ്പോൾ ജീം എന്ന് നമുക്കവിടെ എഴുതാം. അടുത്തത് ബിൽ ഹസ്ലി എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. ബിൽ എന്നതിൻ്റെ അവിടെ അലിഫ് ബായിനോട് ചേർന്ന അലിഫിനെ ഉച്ചരിക്കരുത്. ജഹന്നമ എന്നതിൽ ഡാഷിനെ മണിച്ചോദണം നൂനിനെ. ഖിതാമുഹു മിസ്കുൻ എന്നതിൽ ഹഇനെ നീട്ടിയോദണം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ബുസിറത്ത് എന്നതിൽ 2ാമത്തെ അക്ഷരമേത്? ഐന്. അതും ഐൻ തന്നെയാണ് മനസ്സിലാക്കുക. അടുത്തത് കുരിഅ എന്നതിൽ റായിനെ എങ്ങനെ ഓതണം? നേർപ്പിച്ച് ഓതണം. കുരിഅ എന്നതിൽ നേർപ്പിച്ച് ഓതണം.
അടുത്തത് കല്ല എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? കല്ല എന്നതിൽ 3 അക്ഷരങ്ങളാണ്. കാഫ്, ലാം, അതിൽ അലിഫ് നീട്ടാനും വന്നിട്ടുണ്ട്. കല്ല 3 അക്ഷരമാണ്. അടുത്തതാ മിസ്കുൻ എന്നതിലെ അവസാനത്തെ അക്ഷരത്തിൻ്റെ പേര് കാഫാണ്. മിസ്കുൻ എന്നതിൽ കാഫാണ് അവസാനത്തിൽ. ലുഹാഹ എന്നതിൽ ഒന്നാമത്തെ അക്ഷരം ലോദ്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. വമാ ഉർസിലു എന്നതിൽ മദ്ദിൻ്റെ ചിഹ്നം മീമിൻ്റെ മേലെയുള്ള ഈ അടയാളം എന്തിനാണ് എന്നാണ്. കൂടുതൽ നീട്ടി ഓതാനാണ്. പിന്നെ ലഹു മുൽക്കുസമാവാത്തി, ഇവിടെ ഇന്ന് ശേഷം ചെറിയ വാവ് ഇട്ടത് എന്തിനാണ്? നീട്ടി ഓതാനാണ്. ഹിയൽ മഅ്വ എന്നതിൽ അലിഫിന് മുകളിൽ സോദിൻ്റെ തല പോലുള്ള ചിഹ്നം കൊടുത്തത് എന്തിനാണ് എന്നാണ്. അത് വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കാനാണ്. പിന്നെ വ ഇദാ കുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, അവിടെ അവസാനത്തിൽ നമ്മളെ പള്ളിയുടെ മിനാരം പോലൊരു ചിഹ്നം, വഖഫിൻ്റെ സ്ഥലത്തൊരു ചിഹ്നം കാണുന്നുണ്ട്. അവിടെ ആ ചിഹ്നം അടയാളം എന്തിനാണ് ഇട്ടത് എന്നാണ്. അത് തിലാവത്തിൻ്റെ സുജൂദിനെ സൂചിപ്പിക്കുന്നു, സുജൂദിൻ്റെ ആയത്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ എഴുതാം. അവിടെ സുജൂദ് ചെയ്യണം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത് എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്ത ലഫി സുഹുഫി എന്നതിൽ 8 അക്ഷരങ്ങൾ ക്രമപ്രകാരം എഴുതാനാണ്. ലാമ്, ഫാ, യാ, അലിഫ്. ലാമ്, സോദ്, ഹ, ഫ അങ്ങനെ ഓർഡറിൽ താഴെയുള്ള ബോക്സിലേക്ക് എഴുതാനാണ്. അപ്പോൾ ഇത്രയാണ് തജ്വീദിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇന്നത്തെ ഈ വോയിസിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.